പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് 2 ശീമച്ചക്ക കിട്ടി. നല്ല മഴ. അപ്പോൾ എന്തായാലും വെളിയിലോട്ടൊന്നും പോക്ക് നടക്കില്ല. അങ്ങനെ കിട്ടിയ 2 ശീമച്ചക്കയെ ഒന്ന് അവിക്കാമെന്ന് കരുതി. അങ്ങനെ അവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അമ്മ അതാ നല്ല രീതിയിൽ അതിനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി അതിനെ അടുപ്പിലോട്ടൊന്ന് വയ്ക്കണം. അടുപ്പിലോട്ടൊന്ന് വച്ച് അടുത്ത ഒരു രീതി എന്ന് പറഞ്ഞാൽ കലത്തിലോട്ട് വച്ചിട്ടുണ്ട്. ഇനി ഇതിനെ അടുപ്പിലോട്ട് മാറ്റണം. അടുപ്പിലോട്ട് വച്ച് കഴിഞ്ഞു. ഇനി ഇപ്പോൾ അതൊന്ന് തിളയ്ക്കും. ആഹാ, തിളച്ച് കഴിഞ്ഞു. ഇനിതാ തിളച്ചു. നല്ല ടേസ്റ്റാണ്. കാരണം നല്ല മഴയത്തത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മഴയായി നല്ല മഴ പെയ്യുന്ന ഈ സമയത്ത് ശീമച്ചക്ക അരച്ച് പിന്നെ നല്ല ടേസ്റ്റ് എന്ന് പറയാം. എന്തായാലും മഴ ഒരു സ്ഥലത്ത് നടക്കും. നമ്മുടെ ചീമച്ചക്ക തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ശീമച്ചക്ക ഇപ്പോൾ തട്ടി പാത്രത്തിലോട്ടാക്കി തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് അടുത്ത് കഴിക്കാനുള്ള മുളക് ഇടിച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കൂടെ വീഡിയോ എടുക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ. അതെല്ലാം റെഡിയാക്കി ഇനി അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിനൊന്ന് സെറ്റപ്പാക്കി എടുക്കണം. ചില ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് റെഡിയാക്കി ഒരു ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇപ്പോൾ തന്നെ നാവിൽ നല്ല ടേസ്റ്റ്, നല്ല രുചി അടിച്ചു തുടങ്ങി. സൂപ്പറായിരിക്കും. ഇളക്കി ഉപ്പൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇളക്കി അടിപൊളി ഒരു പാത്രത്തിലോട്ട് വച്ച് ഒരു കുറച്ച് കട്ടൻ ചായയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനൊന്ന് കഴിച്ചു നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ളൊരു സംഭവമാണ്. മഴയത്ത് വേറെ ജോലിയൊന്നും നടക്കില്ല. അടിപൊളി സൂപ്പർ. ഇനി അടുത്ത് മോനും കഴിച്ചു. സൂപ്പർ അടിപൊളി. എന്തായാലും മഴയത്ത് വേറെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ശീമച്ചക്കയൊക്കെ അവിച്ച് തിന്നാമെന്ന് കരുതി. എന്തായാലും താങ്ക് യു.